വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയിട്ടുള്ള മഹേഷ് ജി, ഈ പരിപാടിയിലെ പുറകിലെ സ്ഥിര സാന്നിധ്യവും സ്ഥിരോത്സാഹവുമായിട്ടുള്ള നമ്മുടെ അരുണാക്ഷൻ ചേട്ടൻ, ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള വളരെ ഈ കാര്യത്തിൽ താല്പര്യവും അറിവുമുള്ള എറണാകുളത്തെ പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സ്, എല്ലാവർക്കും എൻ്റെ വന്ദനം. വളരെ നല്ല രീതിയിലാണ് മഹേഷ് ജി ഈ പരിപാടിക്കുള്ള ടോണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 2 പോയിന്റുകളും എനിക്ക് വളരെയധികം അർത്ഥവത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഇന്നത്തെ പരിപാടി നമ്മൾ നിശ്ചയിച്ചത് ഏകദേശം 1 മാസം മുന്നേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നും ഈ പരിപാടിക്കുള്ള ഒരു ടൈറ്റിൽ ഇട്ടതും ഏകദേശം 15 ദിവസം മുന്നെയാണ്. അന്ന് ഉള്ള സാഹചര്യത്തിൽ നിന്നും ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ട്രംപിന്റെ 25% താരിഫും 50% താരിഫും ഒക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയം കരുത്ത് നേടുന്ന ഭാരത സമ്പദ് വ്യവസ്ഥ, അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നുന്നുണ്ടാവും. എന്താണ്, 1991 നമ്മള് അഭിമുഖീകരിച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം കഴിഞ്ഞ ഒരു 30-35 വർഷത്തിനിടയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നമ്മളെ മുന്നിൽ വന്ന് നമ്മളെ തുറിച്ചു നോക്കുന്ന ഒരവസ്ഥയിൽ, ഒരുപാട് ആശങ്കകളുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ കരുത്ത് നേടുന്ന ഭാരത സമ്പദ് വ്യവസ്ഥ എന്ന ഒരു വിഷയം പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ആപ്റ്റ്നെസിനെ പറ്റി തന്നെ സംശയം ഉണ്ടാകാം. We are in a crisis, unparalleled. How we are going to face it എന്നുള്ള ഒരു വലിയ ചോദ്യം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. അപ്പൊ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ ചുറ്റും നടക്കുന്നതൊന്നും കാണാതെ നിങ്ങൾ എങ്ങനെ ഈ ഒരു വിഷയത്തിന് പേരിടുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നു എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. ഇവിടെ എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങള്. ഒന്ന്, ഈ പ്രതിസന്ധിക്കുള്ള കാരണം തന്നെ മഹേഷ് ജി പറഞ്ഞതുപോലെ നമ്മൾ കരുത്ത് നേടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മൾ നേടിയിരിക്കുന്ന നേട്ടങ്ങളെ പറ്റിയും ഇനി അങ്ങോട്ടുള്ള സാധ്യതകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഈ പ്രതിസന്ധിയെ പറ്റിയും നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ടൈറ്റിൽ അതിനെ നമുക്ക് ഒട്ടും തന്നെ തടയുന്നില്ല. എനിക്കറിയാം, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. അതേസമയം ഏകദേശം 40 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 30-35 വർഷമായിട്ട് സമ്പദ് വ്യവസ്ഥയെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം, ഈ സദസ്സിൽ തന്നെ എന്നെക്കാളും സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി പഠിച്ചിട്ടുള്ള അറിവുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോ നമുക്ക് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കിതൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അധ്യക്ഷനും എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ആദ്യം ഒരു 45-50 മിനിറ്റ് കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഒന്നായിട്ട് ഇതിനെപ്പറ്റി ഒരു ചർച്ചാ രൂപത്തില് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കരുത്ത് നേടുന്ന ഭാരത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളോളം, ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തെ ഏറ്റവും സമ്പദ് സമൃദ്ധമായിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 1-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തോ സ്ഥിരമായി 1000 ആണ്ടുകൾ ഉണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. ഇതാണ് ലോകമെങ്ങുമുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യാപാരികളെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നത്. ഇവിടെ നിന്നിരുന്ന സമ്പത്തായിരുന്നു ആക്രമണകാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചിരുന്നത്. അതേപോലെ ഇവിടെ നിന്നിരുന്ന ജ്ഞാനവ്യവസ്ഥയായിരുന്നു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും 1000 ആണ്ടുകളോളം ഈ രാഷ്ട്രത്തെ സർവകലാശാലകളിലേക്കും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും ആകർഷിച്ചിരുന്നത്. അങ്ങനെ നമുക്ക് ലോകത്ത് 1-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനത്ത് നിന്നിരുന്ന ഒരു സ്ഥാനം സഹസ്രാബ്ദങ്ങളായിട്ടുണ്ടായിരുന്നു. അത്
വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് കഴിഞ്ഞ 250-300 കൊല്ലങ്ങളുടെ കൊളോണിയൽ ആധിപത്യ സമയത്താണ്. അപ്പോ ആ ഒരു നാശത്തിൽ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ലോക സമ്പദ് വ്യവസ്ഥയുടെ 1/4 GDP നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അത് 1/4 എന്ന് പറഞ്ഞാൽ ഏകദേശം 25%. അത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോ 3% താഴെയായിട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോ ആ കൊളോണിയൽ ലൂട്ട്, ഏകദേശം 2.5 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന കൊളോണിയൽ ലൂട്ട് നമ്മളെ എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടെ നിന്നാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഈ യാത്ര വീണ്ടും പുനരാരംഭിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു. നമ്മുടെ സാക്ഷരത നോക്കിയാല്, ഉത്പാദനം നോക്കിയാല്, ജനങ്ങളുടെ ജീവിത നിലവാരം നോക്കിയാല്, ഏത് രീതിയിലും ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോഴേക്ക് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏത് രീതിയിൽ വേണം നമ്മുടെ പുനർനിർമ്മാണം എന്നുള്ള ചർച്ച അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അന്നുണ്ടായിരുന്നു. അന്ന് പ്രമുഖമായിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ നിലനിന്നിരുന്ന ക്യാപിറ്റൽ വ്യവസ്ഥയും റഷ്യയിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയും അഥവാ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയായിരുന്നു. നമ്മുടെ വിജ്ഞാനത്തിലും പാരമ്പര്യത്തിലും തത്വശാസ്ത്രത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ വഴി വെട്ടിയെടുക്കാൻ ദൗർഭാഗ്യവശാൽ അന്ന് നമ്മുടെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് പകരം അവർ ചെയ്തത് പടിഞ്ഞാറും കിഴക്കും അല്ലെങ്കിൽ റഷ്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളതിന്റെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പേരിട്ടിട്ട് അതിന്റെ ഒരു ഹൈബ്രിഡ് രൂപം ഭാരതത്തില് വളർത്താനായിരുന്നു. ഇതിന് സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മൂല്യങ്ങള് സ്വാംശീകരിച്ചുകൊണ്ട് ഈ നാട്ടിന്റെ തനതായിട്ടുള്ള തത്വശാസ്ത്രത്തിനും പാരമ്പര്യത്തിനും ലോകജ്ഞാനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു അത് വന്നിരുന്നെങ്കിൽ അത് വിജയിക്കാൻ കുറെ കൂടി സാധ്യതകൾ ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിന് സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, അങ്ങനെ ഏത് ഹ്യൂമാനിറ്റീസിലെ ഏത് സബ്ജക്ട് നിങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം തന്നെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കതിനെ ഹോളിസ്റ്റിക് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കണോമിക്സിന് ഒരു സബ്ജക്ട് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വികസന മാതൃക എന്ന നിലയിലോ ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. ഇതെല്ലാം നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും സാമ്പത്തിക ശാസ്ത്രവും സാമ്പത്തിക രംഗത്തിന്റെയും പരിണാമം അഥവാ എവല്യൂഷൻ എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഈ അവസ്ഥയില്, ഈ പശ്ചാത്തലത്തില് നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ അല്ലെങ്കിൽ പുനർനിർമ്മാണം ആരംഭിച്ചിരുന്ന 2 രാജ്യങ്ങളായിരുന്നു ചൈനയും ജപ്പാനും. ചൈന ഏകദേശം ഒരു നൂറ്റാണ്ടോളം മയക്കുമരുന്നില് അടിമകളായി കിടന്നതിന് ശേഷം സ്വാതന്ത്ര്യം നേടി. ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തില് തകർന്നടിഞ്ഞതിന് ശേഷം വീണ്ടും രാഷ്ട്ര പുനർനിർമ്മാണത്തെ ആരംഭിച്ചു. അവർ രണ്ടുപേരും തെരഞ്ഞെടുത്തിരുന്ന വഴികൾ വളരെ വ്യത്യസ്തമായിരുന്നു. ചൈന സോവിയറ്റ് യൂണിയനിൽ നിന്നതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാത പിന്തുടരാൻ ശ്രമിച്ചു. ജപ്പാൻ ആണെങ്കിൽ ഏകദേശം അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അതേ മോഡലാണ് അവരെടുത്തത്. ആദ്യത്തെ ഒരു 30 വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 47-50 എന്നുള്ളത് എടുക്കുക, 50 മുതൽക്ക് 80 വരെയുള്ള അല്ലെങ്കിൽ 90 വരെ 80 വരെയുള്ള ആ ഒരു 30 ഇയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ ചൈന അത്രയൊന്നും മുന്നോട്ട് പോയിരുന്നില്ല. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മാവോയിന് ശേഷം ചൈനയിൽ അധികാരം പിടിച്ചെടുക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ ദിശ കൊടുക്കുകയും ചെയ്തിരുന്നത് നമുക്കറിയാം ഡങ് സിയാഒപിങ് ആണ്. ഈ ഡങ് സിയാഒപിങ് ചൈനയില് ഉദാരവൽക്കരണം തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അതുവരെയുള്ള 30 വർഷം
ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ പിന്തുടർന്ന ഭാരതത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാളും കുറവായിരുന്നു. ചൈനയിലെ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ന് ഭാരതത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ 4 മടങ്ങോളമാണ് ചൈന എന്നുള്ളതും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഏത് പാത എങ്ങനെയൊക്കെ പിന്തുടരുന്നുവെന്നും എന്ത് സംഭവിക്കുന്നുവെന്നും, അതേസമയം ഈ 80-90 വരെ മുന്നിൽ നിന്ന ജപ്പാൻ പിന്നീട് പല രീതിയിലും പുറകോട്ട് പോയി എന്നുള്ളതും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെമോഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ കാരണമായി എന്നുള്ളതും, 80-കളിലെ ഡെങ് സിയാപിങ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്നല്ല, അത് എലിയെ പിടിക്കുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് സാംസ്കാരിക വിപ്ലവ കാലത്ത് ഉണ്ടായ ക്രൂരതകൾക്കും ദുരന്തങ്ങൾക്കും എല്ലാം ശേഷം ആശാസ്യകരമായിട്ടുള്ള ഒരു പുരോഗതിയും ആ രാജ്യം നേടിയിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നും ഡെങ് സിയാപിങ് പുതിയ ഒരു പാത വെട്ടിത്തെളിയിക്കുകയും ഒരു പ്രതിസന്ധി വരാൻ കാത്തു നിൽക്കാതെ ഭാരതം 91-ലെ ഉദാരവൽക്കരണത്തിലേക്ക് മാറിയത് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ്. നമുക്ക് ഒരു പ്രതിസന്ധിയുടെ ഇംപെച്ചസ് എല്ലായ്പ്പോഴും ആവശ്യമാണ്. ഒന്ന് മാറി ചിന്തിക്കണമെങ്കിലോ ഒരു പുതിയ വഴി തുടങ്ങണമെങ്കിലോ. സത്യത്തില് നമുക്ക് അത്ഭുതകരമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ചൈന നമ്മളെക്കാൾ 10 വർഷം മുന്നേ ഉദാരവൽക്കരണത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ഒരു ലിബറൽ ഡെമോക്രസിയിൽ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും 10 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ, അതും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മാത്രമേ അത്തരം ഒരു ചിന്തയ്ക്കുള്ള താല്പര്യമോ അല്ലെങ്കിൽ ധൈര്യമോ ഉണ്ടായുള്ളൂ. നിവൃത്തികേടില് കൊണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തത്വശാസ്ത്രവും പാരമ്പര്യവും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതിക്കുള്ള ശ്രമം അന്നും നമ്മൾ നടത്തിയിട്ടില്ല, സ്വാതന്ത്ര്യ സമയത്ത് കിട്ടിയ സമയത്തും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ആ ഒരു വ്യവസ്ഥ 90-കളിൽ പ്രതിസന്ധിയിലെത്തിയപ്പോഴും ഉണ്ടായിട്ടില്ല. നമ്മൾ നേരെ മറ്റേ ക്യാപിറ്റലിസ്റ്റ് മോഡലിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സ്വാതന്ത്ര്യം എന്നുള്ളതിൽ പറയുമ്പോൾ എനിക്ക് 3 സ്വാതന്ത്ര്യത്തെ പറ്റി ഓർമ്മ വരും. ഒന്ന്, 47 നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടി. 91-ല് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വരെ പറയാം. കാരണം അതുവരെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയായിരുന്നു. പൊളിറ്റിക്കൽ രംഗത്ത് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും അൺലിമിറ്റഡ് ആയിട്ട് ആവശ്യത്തിലധികം 47 മുതൽക്ക് അല്ലെങ്കിൽ 50 മുതൽക്ക് ഭരണഘടന വന്നത് മുതൽക്ക് നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ നിവൃത്തിയില്ലാതെ 91-ല് അവസാനിപ്പിച്ചപ്പോഴാണ് അവിടെ ഒരു ലിബറലൈസേഷൻ വന്നു. അത് സാമ്പത്തിക രംഗത്തുള്ള സ്വാതന്ത്ര്യമാണ്. പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് 2024-ലേക്ക് വേണമെങ്കിൽ പറയാം. ഞാനതിനെ ബന്ധപ്പെടുത്തുന്നത് നമ്മളെ അയോധ്യയിലുള്ള ആ രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസമാണ്. നമ്മുടെ ആ കൾച്ചറൽ റൂട്ട്സിനെ തിരിച്ചു പിടിക്കാനുള്ള. അപ്പോൾ പൊളിറ്റിക്കൽ ഫ്രീഡം, എക്കണോമിക് ഫ്രീഡം, കൾച്ചറൽ ഫ്രീഡം, ഇതെല്ലാം നമുക്ക് പല ഘട്ടത്തിലായിട്ടാണ് നമ്മൾ തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ മോചനത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഈ എവല്യൂഷനെ പറ്റി പറയുമ്പോൾ, പിന്നെ 91-ല് ചൈന ഇതിന് തയ്യാറായതിനു ശേഷം ഈ ലിബറൽ ഡെമോക്രസിയിൽ നമ്മൾ 10 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു 50 വർഷം മുന്നേ നമുക്ക് ഒരു സ്കൂട്ടർ വേണമെങ്കിൽ എത്ര വർഷം ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടിയിരുന്നു? ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടാൻ എത്ര കാത്തിരിക്കേണ്ടിയിരുന്നു? അതല്ലെങ്കിൽ വീട്ടിലെ വർക്കിന് ഒരു 4 ചാക്ക് സിമന്റ് വേണമെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു പോയിരുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ എല്ലാവർക്കും തന്നെ പറയേണ്ട കാര്യമില്ല. സിമന്റ് ഡിപ്പോയിലല്ല, ആദ്യം നമ്മൾ തഹസിൽദാരെടുത്ത് പോയിട്ട് എഴുതി കൊടുക്കണം അപേക്ഷ, എനിക്ക് ഇത്ര ചാക്ക് സിമന്റ് വേണം. അപ്പൊ അദ്ദേഹം അതെന്തിനാ അത്രയൊക്കെ? കാരണം എല്ലാത്തിനും റേഷനിങ് ആണ്. നമ്മൾ 10 ചോദിച്ചു കഴിഞ്ഞാൽ 4 എഴുതി തരും. ഇതെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോന്നിട്ടുള്ള ഒരു തലമുറയാണ്, നമുക്കറിയാം. അപ്പൊ അവിടെ നിന്നിട്ടാണ് പുതിയൊരു വ്യവസ്ഥയിലേക്ക് വന്നത്. ഈ വ്യവസ്ഥയിലേക്ക് വന്നപ്പോ എന്താണ് സംഭവിച്ചത്? ശരിക്കും സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയപ്പോ നമുക്കറിയാം, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയപ്പോ ഈ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് സംശയിച്ച ആൾക്കാരുണ്ടായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നത് എന്താണ്? നമ്മൾ സ്വാതന്ത്ര്യമേ അറിയിക്കുന്നില്ല, അത് ഉത്തരവാദിത്തത്തോട് കൊണ്ടു നടക്കാനുള്ള യാതൊരു കഴിവും ഇന്ത്യൻ ജനതയ്ക്ക് ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ
നമ്മുടെ പൂർവികര് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്ക് രൂപം കൊടുക്കുകയും വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലെങ്കിലും നമ്മുടെ ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനെ അന്ന് മുതൽ ഇന്ന് വരെ സംരക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തു. അപ്പോ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണോ ഒരു പൊളിറ്റിയിൽ അതിന്റെ സ്ഥാനം, അതുപോലെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ ഈ 91-ലെ ലിബറലൈസേഷന് ശേഷവും ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഇനിയും വ്യാപകമായി മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ മനസ്സിലാക്കുകൾ ചില തുരുത്തുകളിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വ്യാപകമായിട്ടുള്ള വികസനത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മളെ ഇനിയുള്ള ചർച്ചകളിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും അതിന്റെ ആവശ്യകതയെ നിഷേധിക്കുന്ന ചിന്താഗതിയും തത്വശാസ്ത്രവും വളരെയധികം ഇവിടെ പ്രൊമിനന്റ് ആയി നിന്നു എന്നുള്ളതാണ്. ഈ ലിബറലൈസേഷൻ തുടങ്ങിയ ആൾക്കാർ തന്നെ, ഉദാരവൽക്കരണം തുടങ്ങിയ ആൾക്കാർ തന്നെ അതിനെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കൺവിക്ഷൻ അവരുടെ റാങ്ക് ആൻഡ് ഫയലിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും 80-കളിലെ ഉദാരവൽക്കരണത്തിലേക്ക് വന്ന ചൈനയ്ക്ക് 90-കളിൽ ഉണ്ടായിട്ടുള്ള ആഗോളവൽക്കരണത്തിന്റെയും വ്യാപാര കരാറിന്റെയും പുതിയ വ്യാപാര ക്രമത്തിന്റെ ഗാട്ട് കുറുകെ റൗണ്ട് നമുക്ക് കേട്ടിട്ടുണ്ട്, ഗാട്ട് കരാർ വന്നിട്ടുണ്ട്. അതോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ഫ്രീ ട്രേഡിന്റെ അന്തരീക്ഷം ഏറ്റവും രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാനും ലിവറേജ് ചെയ്യാനും വളരുവാനും ചൈന എക്വിപ്ഡ് ആയിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കൺവിക്ഷൻ ഇല്ലാത്തത് കാരണം നമ്മുടെ എനർജി അത് സിന്തസിസ് ആയില്ല, സിനർജി ആയില്ല. പകരം പരസ്പരമുള്ള ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളില്, അഭിപ്രായ വ്യത്യാസങ്ങളില് ആ സിനർജിയിലേക്ക് എത്താതെ പോവുകയാണ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ വികസനത്തിന് സമൂഹം മുന്നോട്ട് പോകുന്നതിന്റെ രണ്ട് പ്രധാന ചക്രങ്ങളാണ് രാഷ്ട്രീയവും സാമ്പത്തികവും. ഈ രണ്ട് ചക്രങ്ങൾക്കും തുല്യമായിട്ടുള്ള വലുപ്പമാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ അച്ചുതണ്ടിൽ അത് മുന്നോട്ട് പോകും. ഇനി നിങ്ങൾ ആലോചിക്കൂ, ഒരു ചക്രം വലുതും ഒരു ചക്രം ചെറുതുമായാൽ എന്തായിരിക്കും? നമുക്ക് മനസ്സിൽ കാണാം, അതിനൊരു മോഡലിന്റെ ആവശ്യമില്ല. സാമ്പത്തിക ചക്രം വലുതും രാഷ്ട്രീയ ചക്രം ചെറുതുമായാലും അതേപോലെ തിരിച്ചായാലും അത് തുടങ്ങിയോടതി തന്നെ കിടന്ന് കറങ്ങുകയാണ് ചെയ്യാം. അപ്പോ ആദ്യത്തെ 30 വർഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിനുശേഷവും 91-ന് ശേഷമുള്ള 30 വർഷം വീണ്ടും കഴിഞ്ഞു. ആ 30 വർഷവും നമുക്ക് ഈ ഒരു ചക്രങ്ങളുടെ വലുപ്പ വ്യത്യാസം കാരണം നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ കറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല മാനേജ്മെന്റ് ശാസ്ത്രത്തിലെ ഈ ബ്രോക്കൺ വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്, ബ്രോക്കൺ വിൻഡോ തിയറി. എന്താ ഈ ബ്രോക്കൺ വിൻഡോ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് കാര്യങ്ങൾ മോശമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ മോശത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു മൂലയിൽ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്, അതാരും വൃത്തിയാക്കുന്നില്ല, അത് വേസ്റ്റായി കിടക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ അതിലെ പോകുന്നവരൊക്കെ അവിടേക്ക് ആ വേസ്റ്റിലേക്ക് തങ്ങളതും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സംഗതിയിൽ നമ്മളടുത്ത് വേസ്റ്റ് ഇടണമെങ്കിൽ ഇവിടെ ഇടണ്ട, ഇത് വൃത്തിയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഇവിടെ ഇടാൻ നമുക്ക് ഒരു മടി തോന്നും. നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടാൻ ഒന്നെങ്കിൽ പോക്കറ്റിൽ തിരികെ വെക്കുവോ അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തി വെച്ച്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബ്രോക്കൺ വിൻഡോ തിയറി, ആരെങ്കിലും ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എന്റെ വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഓർമ്മയിൽ എടുത്തിട്ട് പറയാണ്, തെറ്റാണെങ്കിൽ തിരുത്തണം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ഇന്ററാക്ഷൻ ആക്കണം എന്നുള്ളത്. അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല, നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രോക്കൺ വിൻഡോ തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഉള്ള ക്യാവോസിലേക്ക് നമ്മൾ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ആ വിഷൻ മാറി, ആ ലീഡർഷിപ്പ് വന്നു. അതോടുകൂടി ചെതറിക്കിടന്നിരുന്നത്, പല ദിശയിലേക്ക് പോയിരുന്നത് എല്ലാം തന്നെ അതിനോട് അലൈൻ ആവാൻ തുടങ്ങി. ഈ അലൈൻമെന്റ് ആണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറെ മണലെടുത്തിട്ട് ഒരു പ്രതലത്തിലിടുക, എന്നിട്ട് ആ പ്രതലത്തില് റെസൊണൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് മേടുകയോ ഒക്കെ ചെയ്താൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് വരുന്നത് കാണാം. ഇതേപോലെ നേതൃത്വത്തിന്റെ ആ ഒരു വിഷനും അവരുടെ ഡെഡിക്കേഷനും അതിന്റെ സിൻസിയറിറ്റിയും
കണ്ടപ്പോ അതുവരെ പല രീതിയിൽ പോയിരുന്ന എല്ലാവിധ രാഷ്ട്ര ശരീരത്തിന്റെ ഭാഗങ്ങളും അതുമായിട്ട് അലൈൻ ചെയ്യുകയും ആ അലൈൻമെന്റ് ഒരു പുതിയ ഊർജവും പുതിയ താല്പര്യവും പുതിയ ഉത്സാഹവും വിവിധ മേഖലകൾക്ക് നൽകുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ 10 വർഷമായിട്ട് കാണുന്ന വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്. അതാണ് ഭാരത സമ്പദ് വ്യവസ്ഥ കരുത്ത് നേടുന്നു എന്നുള്ള ഒരു കൺവിക്ഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഏകദേശം 10 വർഷം മുന്നേ 2 ട്രില്യൺ ആയിരുന്നു നമ്മുടെ GDP. അത് ഇപ്പോൾ 4 ട്രില്യൺ 4.2 4.4 എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10ാം സ്ഥാനത്തിൽ നിന്നും 4ാം സ്ഥാനത്തേക്ക് എത്തി. അത് വളരെ ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ തന്നെ 3ാം സ്ഥാനത്തേക്ക് എത്തും. ഇതാണ് ലോകത്തെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതും നമ്മൾക്ക് തന്നെ നമ്മൾ കരുത്ത് നേടുന്നു എന്ന് പറയുന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാരണം. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ 4 ട്രില്യൺ എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ എക്കണോമിയുടെ ശരിയായിട്ടുള്ള വലുപ്പത്തെ സൂചിപ്പിക്കുന്നില്ല. ഒരു കാരണം മഹേഷ് ജി തന്നെ പറഞ്ഞു. എന്താണ്? നമ്മളിവിടെ എല്ലാത്തിനെയും മോണിറ്റൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല നമ്മുടെ കൾച്ചറില്. വിദേശ രാജ്യങ്ങളില് അവിടെ എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റൈസ്ഡ് ആണ്. അതെല്ലാം GDPയുടെ കാൽക്കുലേഷനിൽ വരും. ഇവിടെ ഇപ്പോ എന്റെ അമ്മ എന്റെ സിസ്റ്റർ എടുത്ത് താമസിക്കുന്നു, അവര് ടേക്ക് കെയർ ചെയ്യുന്നു. അതിലെവിടെയും ഒരു മോണിറ്റൈസേഷൻ ഇല്ല. പക്ഷെ വിദേശകാര്യ സ്ഥലത്ത് അവരെ ഒരു എൽഡേഴ്സ് ഹോമിലാക്കുകയും അവരവിടെ ഒരു ഫീസ് കൊടുക്കുകയും അവിടെ എംപ്ലോയീസ് നിൽക്കുകയും അവരെ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു മോണിറ്റൈസ്ഡ് ആക്ടിവിറ്റിയാണ്. അതേപോലെ തന്നെ എന്റെ മകളിപ്പോ പ്രസവിച്ചിരിക്കുന്നു, എന്റെ വൈഫ് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നു. അവിടെ യാതൊരു മോണിറ്റൈസേഷനും ഇല്ല. അതേസമയം ഒരു വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ അവരൊരു ക്രഷലാക്കും, ഒരു നഴ്സ് വരും, അവരായിരിക്കും കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പോ ഈവൻ എല്ലാ കാര്യങ്ങളും മോണിറ്റൈസ് ചെയ്യുന്ന ഒരു കൾച്ചറിൽ നിന്നും വ്യത്യസ്തമാണ് ഭാരതത്തിന്റെ കൾച്ചർ. അപ്പൊ നമ്മൾ ഈ മോണിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് 4 ലക്ഷം അല്ലെങ്കിൽ 4 ട്രില്യൺ എന്ന് പറയുന്നത് എന്നുള്ളതിൽ തന്നെ മഹേഷ് ജി വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു മറഞ്ഞു കിടക്കുന്ന ആക്ടിവിറ്റിയുടെ ആ ബാഹുല്യം അവിടെ തന്നെയുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഇത്തരമൊരു കണക്ക് നമ്മള് എക്സ്ചേഞ്ച് റേറ്റിന്റെ ബേസിസിലാണ് എടുക്കുന്നത്. 4 ട്രില്യൺ എന്നുള്ളത് നമ്മുടെ റുപ്പി വാല്യൂടെ. ആ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് എത്രത്തോളം യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നും അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള GDP ഫിഗേഴ്സിനെ അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ചിട്ട് PPP എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 17 ട്രില്യൺ ആണ്. അതായത് ഈ 4 എന്നുള്ളതിന്റെ 4 ഇരട്ടിയിലേക്ക് വരും. നമ്മുടെ ഡോളർ റുപ്പി കൺവെർഷൻ PPP ബേസിൽ എടുത്താൽ ഏകദേശം ഒരു 21-22 രൂപ ആണ് എന്നാണ് പറയുന്നത്. വേൾഡ് ബാങ്ക് തന്നെ പറയുന്നത്. ഇപ്പൊ ആക്ച്വൽ മാർക്കറ്റ് റേറ്റ് എത്രയാണ്? 85-87 അപ്പൊ 4 ഇരട്ടിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങള് ഈ 4 ട്രില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡിനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് അതിന്റെ മുകളിൽ എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കാനോ അല്ലെങ്കിൽ കണ്ടന്റഡ് ആവാനോ ഉള്ള യാതൊരു സ്കോപ്പുമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇനിയും ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ്മെന്റിനും സ്കോപ്പ് തരുന്ന വസ്തുതകളല്ല. വി ഹാവ് ടു ട്രാവൽ എ ലോട്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് സിനർജിയോട് കൂടിയുള്ള മുന്നേറ്റം നമ്മൾ നല്ലൊരു പങ്കിന് ആ കൺവിക്ഷനോട് കൂടി വന്നു, അതിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു വിഷൻ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റം. മറ്റൊന്ന്, 10 വർഷം മുമ്പ് നമുക്കറിയാം നമ്മൾ എന്തെല്ലാം അഴിമതി കഥകളും മറ്റും കേട്ടിരുന്നു എന്നുള്ളത്. എനിക്കറിയാം, ഞാൻ ഗുർഗാവോണില് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ട്രെയിനിങ്, ബിഹേവിയറൽ ട്രെയിനിങ്ങിന് പോയപ്പോ അന്ന് അവിടെയുള്ള ഒരു ഫാക്കൽറ്റി ഒരു ദേശീയ പത്രത്തിൽ വന്ന ക്ലാസിഫൈഡിൽ വന്ന ഒരു അഡ്വർടൈസ്മെന്റ്, ചെറിയ ബോക്സ് അഡ്വർടൈസ്മെന്റ് ഞങ്ങളെ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണം ചോദിച്ചു. അതിൽ എന്താണ് അഡ്വർടൈസ്മെന്റ്? ഒരു പവർ ബ്രോക്കറുടെ അഡ്വർടൈസ്മെന്റ് ആണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു പവർ ബ്രോക്കർ
നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു പവർ ബ്രോക്കർ പത്രത്തില് ഓപ്പൺ ആയിട്ട് പച്ചയായിട്ട് ജനങ്ങളിലേക്ക് അഡ്വർടൈസ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഭരണത്തിന്റെ ആ ഒരു സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് അതിന് നമുക്ക് മനസ്സിലാവും. അത്രയും പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വേണേൽ ശരിയാക്കി തരാം എന്ന് എല്ലാവരോടുമായിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. എനിക്ക് അതിനുള്ള ഡീലിങ്സ് നമുക്ക് ഊഹിച്ചറിയാലോ. അപ്പൊ അത് ശരിയാക്കി കൊടുക്കുന്നവരും എന്തൊക്കെയാ ചെയ്തിരുന്നുള്ളൂ നമുക്കറിയാം. അത്തരം ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മുടെ വികസനം നടന്നിരുന്നത് എന്നും അതോട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ നോട്ടടിക്കുന്ന യന്ത്രം വരെ നമ്മുടെ ശത്രു രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ കയ്യിലേക്ക് എത്തുകയും അതിന്റെ പേപ്പർ നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അവർ സപ്ലൈ ചെയ്യുകയും ഇതിനെല്ലാം നമ്മുടെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ഒരുപാട് കഥകളുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ പോകാൻ നമുക്ക് സമയമില്ല. അപ്പൊ ആ രീതിയിൽ നിന്നുമുള്ള മാറ്റം, ശരിയായ നേതൃത്വം, ആർക്കും ഒരു പരാതിയും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളുടെ കൈകാര്യം ചെയ്യൽ, അങ്ങനെ വരുമ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മാത്രമല്ല, അനുബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമല്ല, ഈവൻ ഒരു സാധാരണക്കാരന് പോലും അതിനോട് അലൈൻ ചെയ്യാൻ ഉണ്ടാകുന്ന ആ ഒരു താല്പര്യമാണ് ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിലേക്ക് നമുക്ക് മൊമെന്റം തരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നും മാറിയിട്ടില്ല. ഓഫ് കോഴ്സ് ഇപ്പോഴും ഇതിനെ എഗൻസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അതുണ്ട്. അത് പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. കാരണം നമ്മുടെ ഫിലോസഫി തന്നെ പറയുന്നുണ്ട് ത്രിഗുണങ്ങളെ പറ്റി. സാത്വികവും രാജസവും താമസവുമായ ഗുണങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ് നമ്മൾ ഓരോരുത്തരെന്നും. അതുകൊണ്ട് തന്നെ അതിന് പ്രിഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടേതായിട്ടുള്ള ആ ഒരു ഗുണം കാഴ്ചവെക്കും എന്നുള്ളതും അതും നമ്മുടെ ഫിലോസഫി നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ നിരാശപ്പെടണ്ട, അതിനെ ഉൾക്കൊണ്ടാൽ മാത്രം മതി. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ഏതായാലും ശരി, ഈ രീതിയിൽ നോക്കുമ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഈ അമൃതകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഇനിയുള്ള 25 വർഷം അമൃതകാലമാണെന്നും ഈ അമൃതകാലം കഴിയുമ്പോഴേക്ക് നമ്മളൊരു മുൻനിര രാജ്യമായി എല്ലാ മേഖലകളിലും എത്തണം എന്നുള്ള ഒരു ടാർഗറ്റ്, ഒരു മിഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മുന്നോട്ട് പോകുന്ന അവസ്ഥയില് അതിനുള്ള വ്യക്തമായിട്ടുള്ള സ്ലോ ആൻഡ് സ്റ്റഡി ആണെങ്കിലും ആ പുരോഗതി കണക്കുകളിലും കാഴ്ചയിലും നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മുന്നോട്ട് പോകുന്നതിനെയാണ് നമ്മൾ കരുത്ത് നേടുന്ന ഭാരത സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, മറ്റു മേഖലകളും ഇതിനോടനുബന്ധിച്ചുള്ള ആ ഒരു കരുത്ത് നേടുന്നുണ്ട്. ഞാൻ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ പരിചിതമാണ്, ആർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതുമാണ്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോയിട്ട് നിങ്ങളെ ഒന്നത് ബോറടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട്, നമ്മുടെ സമയം അത്ര അധികം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടും. എന്നാലും ചില കാര്യങ്ങൾ പറയാം. ഡിഫൻസ് 30 വർഷം മുന്നേ അന്നത്തെ നമ്മുടെ DRDOയുടെ ചീഫായിരുന്ന മിഷണറി ആയിരുന്ന അബ്ദുൽ കലാം ജി അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ 30% മാത്രമേ സ്വയം പര്യാപ്തതയുള്ളൂ, 70% ഇറക്കുമതിയാണ്. ഇത് നമുക്ക് അടുത്ത 30 വർഷം കൊണ്ട് റിവേഴ്സ് ചെയ്യണം. വളരെ കൃത്യമായിട്ട് 24, അദ്ദേഹം 94-ലാണ് അത് പറഞ്ഞത്. 24 ആയപ്പോഴേക്കും നമ്മുടെ ഡിഫൻസില് നമ്മുടെ ഇൻപുട്ട്, ഇൻഡിജീനിയസ് ഇൻപുട്ട് 70%-ലെത്തി. ഇപ്പൊ 30% മാത്രമേ നമ്മൾ ഇറക്കുമതിയിലേക്ക് വരുന്നുള്ളൂ. ഇനി അത് നമ്മുടെ ഈ സിന്ധൂരിന്റെ സമയത്ത് അതിന്റെ ആ ശക്തി പ്രായോഗികമായിട്ട് നമ്മളും കണ്ടു, ലോകവും കണ്ടു. പിന്നെ അടുത്തത് ഈ ഇന്റഗ്രേഷൻ. നമുക്കറിയാം 80-കളിലെല്ലാം രാജ്യം പൊളിറ്റിക്കലി ഡിസിന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഖാലിസ്ഥാൻ വാദം, കാശ്മീർ വാദം, ആസാമിലെ നോർത്ത് ഈസ്റ്റിലെ ഇന്ത്യൻ ഡോഗ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ആസാം എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, നോർത്ത് ഈസ്റ്റിലുള്ള അസ്വസ്ഥതകൾ, ഇതിൽ നിന്നെല്ലാം രാജ്യം ഏത് രീതിയിൽ കൊഹസീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ട്
ഈ ഒരു വളർച്ചയില് അത് നമ്മുടെ അധികാരത്തിൽ കൊണ്ട് മാത്രമല്ല, അധികാരം കിട്ടുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു ദേശീയതയുടെ ആവിർഭാവവും അതിന്റെ മുന്നോട്ടുള്ള പോക്കും അതിനൊരു ന്യൂക്ലിയസ് ആയി നിന്നുകൊണ്ട് ആ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ട ഇംപെച്ചസ് നൽകിയത് നമുക്കറിയാം. ഇപ്പം 370 നമുക്ക് നീക്കം ചെയ്യാൻ പറ്റി. കാശ്മീരില് നേരത്തെ വിഘടനവാദികളോടൊപ്പം നിന്നവരെല്ലാം തന്നെ ഇപ്പോൾ രാഷ്ട്രത്തോട് അലീജിയൻസ് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു ഇതിലുണ്ട്. അതിലും കാണാം. ഇനി നിങ്ങൾ റെയിൽവേ അതിലുള്ള അപ്ഗ്രഡേഷൻ, ഇലക്ട്രിഫിക്കേഷൻ ആയാലും ശരി, ന്യൂ റൂട്ട്സ് ആയാലും ശരി, ന്യൂ ട്രെയിൻസ് ആയാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ കണക്കുകളിലേക്ക് പോകേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഏത് രീതിയിൽ വളരുന്നു എന്നുള്ളത്, നമ്മുടെ NH-നുണ്ടാകുന്ന അഭിവൃദ്ധി, അതേപോലെ തന്നെ ഈ എക്സ്പ്രസ് ഹൈവേസിലുണ്ടാകുന്ന പുരോഗതി, അതേപോലെ തന്നെ ഇതുവരെ 75 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ആദ്യത്തെ ചരക്ക് ട്രെയിൻ കാശ്മീരിലേക്ക് പോയത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ ഏറ്റവും ഉയർന്ന ഒരു പാലത്തിനെ പറ്റി നമുക്കറിയാം. ആ പാലം ഉണ്ടാക്കിയതിന് ശേഷമാണ് ശ്രീനഗറിലേക്ക് നമുക്കൊരു ട്രെയിൻ ഓടിക്കാൻ പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മിസോറാം, നാഗാലാൻഡ് പോലെയുള്ള നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽസ് ഒക്കെ ട്രെയിൻ ലിങ്ക് ചെയ്യുന്നത് ഈ സമയത്താണ്. അപ്പോൾ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, എയർ ട്രാഫിക് നോക്കിക്കഴിഞ്ഞാൽ, വിമാനത്താവളങ്ങളുടെ എണ്ണം, യാത്രക്കാരുടെ എണ്ണം, ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന്റെ എണ്ണം, ഇതിലെല്ലാം ഉള്ള 10 മടങ്ങായിട്ടുള്ള വർധനവ്. ഏകദേശം 1000 വിമാനങ്ങൾക്കാണ് ഇന്ത്യയിലെ വിമാന കമ്പനികള് എയർബസിനും ബോയിങ്ങിനും ഒക്കെ ആയിട്ട് അടുത്ത 5 വർഷത്തേക്ക് കരാർ കൊടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതെല്ലാം ഒരു സൂചനകൾ മാത്രമാണ്. പിന്നെ നമ്മുടെ ഈ പോർട്ടുകളുടെ ആദ്യമായിട്ട് നമുക്കൊരു മദർ പോർട്ട് ഉണ്ടായി, കൂടുതൽ മദർ പോർട്ടുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഷിപ്പിംഗ് രംഗത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് വരുന്നു. പിന്നെ ലോജിസ്റ്റിക്സ് രംഗം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഇന്റർനാഷണൽ കോമ്പറ്റിറ്റീവ്നെസ്, മത്സരക്ഷമത എന്നുള്ളത് ഈ ലോജിസ്റ്റിക്സിന് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ചെലവാക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിതിൻ ഗഡ്കരിജിയുടെ ഒരു കണക്കനുസരിച്ചിട്ട് നേരത്തെ നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് 17%. അതായത് നമ്മൾ ഒരു സാധനം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്പാദകർ 17%-ഓളം ഇൻപുട്ട് കോസ്റ്റ് ലോജിസ്റ്റിക്സിന് മാത്രമായിട്ട് ചെയ്യേണ്ടി വരുന്നു. നമ്മളിപ്പോൾ എൻവിസേജ് ചെയ്യുന്ന പോർട്ട്, റെയിൽവേ, എക്സ്പ്രസ് വേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അത് ഏകദേശം 8-9% കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഗഡ്കരിജി പറയുന്നത്. അപ്പൊ ഈ 17-ൽ നിന്ന് 8-9-ലേക്ക് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു കോസ്റ്റ്, ആ കോസ്റ്റിലുള്ള റിഡക്ഷൻ ആണ്. ഈ റിഡക്ഷൻ എന്തിനെ സഹായിക്കുന്നു? നമ്മുടെ ഇന്റർനാഷണൽ കോമ്പറ്റിറ്റീവ്നെസ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം മൊബൈൽ ഫോണിന്റെ കാര്യത്തിലായിട്ടുള്ള വളർച്ച, അതിന്റെ അവൈലബിലിറ്റി, നമ്മുടെ അഡൽട്ട് പോപ്പുലേഷനും മൊബൈലും നമ്മളുള്ള റേഷ്യോ ഉണ്ടായിട്ടുള്ള വർധനവ് മാത്രമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിൽ വിൽക്കുന്ന 99% സ്മാർട്ട് ഫോണുകളും ഇന്നിപ്പോ ഇന്ത്യയിൽ തന്നെയാണ് അസംബ്ലി ചെയ്യപ്പെടുന്നത്. അസംബ്ലി ചെയ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാഴ്ച ഇപ്പോഴും ഉണ്ട്, എല്ലാ ഘടകങ്ങളും നമുക്ക് സ്വയം പര്യാപ്തമായിട്ടില്ല എന്നുള്ളത്. പക്ഷെ മുമ്പ് ഈ അസംബ്ലി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നാണ് ഈ എത്തിയിരിക്കുന്നത്. അപ്പൊ വി ആർ ഇൻ ദ റൈറ്റ് പാത്ത് എന്നുള്ളത്. പിന്നെ ഹെൽത്ത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ വി ആർ ദ ഫാർമസി ഓഫ് ദ വേൾഡ്. നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു ഫാർമസി ആയിട്ട് വർക്ക് ചെയ്തതെന്നും നമ്മളെ മരുന്നുകളും വാക്സിനുകളും ലോകത്തേക്ക് മുഴുവൻ എങ്ങനെ എത്തിച്ചു എന്നുള്ളത്. ബ്രസീലിയൻ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഹനുമാൻ മൃതസഞ്ജീവിനിയായിട്ട് വരുന്ന ചിത്രം നമ്മുടെ വാക്സിൻ കിട്ടിയ സമയത്ത് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ എയിംസിന്റെ എണ്ണം, എത്ര എയിംസ് ആണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സ്ഥാപിച്ചത്? മെഡിക്കൽ സീറ്റിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ന്യൂ യൂണിവേഴ്സിറ്റീസ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ഈ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ സാങ്കേതിക വിദ്യ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. 65 ലക്ഷം ടെക്സ്റ്റ് ബുക്സ് 1ാം ക്ലാസ് മുതൽക്ക് PG വരെ ഇൻക്ലൂഡിംഗ് പ്രൊഫഷണൽ കോഴ്സസിന് അടക്കം വേണ്ട ടെക്സ്റ്റ് ബുക്സ് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ചേർന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് പോലും ഏത് വിദ്യാർത്ഥിക്കും ഒരു ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ടും അത് ആക്സസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാവുന്ന മാറ്റത്തിലുള്ള ഒരു കാര്യമാണ്. പിന്നെ പോവർട്ടി എലിവിയേഷൻ, റിഡക്ഷൻ ഇൻ പോവർട്ടി, കഴിഞ്ഞ ഏകദേശം 10 വർഷം കൊണ്ട് തന്നെ 25%-ഓളം ആൾക്കാരെ പോവർട്ടിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു എന്നും
ഇപ്പോഴുള്ള പോവർട്ടി റേറ്റ് 5.3% എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും നമ്മൾ GDP പറ്റി പറയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വരുന്ന എന്താണ് പെർ ക്യാപിറ്റ ഇൻകം, എന്താണ് പോവർട്ടി, അതും വേൾഡ് ബാങ്കിന്റെ കണക്കാണ്, നമ്മുടെ കണക്കല്ല. അപ്പോ ഈവൻ പോവർട്ടിക്ക് വേണ്ടി നമ്മൾ പരിഗണിക്കുന്ന സംഖ്യ അത് ഡോളറിൽ കൂട്ടിയിട്ട് പോലും ആ റിവൈസ്ഡ് എമൗണ്ടിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ 5% ഉള്ളൂ. അതും അതിദാരിദ്ര്യം എന്നുള്ള ആ ഒരു കണക്കെടുത്താൽ 2% അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു കണക്ക് നോക്കുമ്പോൾ ഇതിന്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഈ പുരോഗതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അവിടെ നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് നമ്മുടെ ഫോറിൻ അഫയേഴ്സ് ആണ്. ഇന്ത്യക്കാരെന്നുള്ള ഒരു മേൽവിലാസവും ഒരു ഇമേജും ലോകം മുഴുവൻ ഉണ്ടായത് എപ്പോഴാണ്? ഞാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വലിയ വ്യവസായിയുടെ ഒരു ക്ലിപ്പ് വീഡിയോ അടുത്ത ദിവസം കണ്ടിരുന്നു. അദ്ദേഹം ഒരു 30-40 കൊല്ലം മുന്നേ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു എക്സിബിഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ അകത്തേക്ക് കടക്കാതെ അവിടെ വെച്ചിട്ട് അവർക്കൊരു ഫ്യൂസ് കൊടുത്തിട്ട് അവർ ഒഴിവാക്കുന്നത്. കാരണം ഇന്ത്യക്കാർ ഇതിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു ഇംപ്രഷനാണ്. അതേസമയം ഇന്ന് അദ്ദേഹം പറയാണ്, ഇന്ന് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് കണ്ടാൽ എന്നെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ കാണിക്കാൻ ആ 40 വർഷം മുന്നേയും ഇപ്പോഴും കാണുന്ന ഒരു വ്യത്യാസം, അതായത് ഇന്ത്യൻ ഡയസ്പറയ്ക്ക് ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ള സ്വീകാര്യതയും ആ ഒരു റെസ്പെക്ട് അത് ഈ കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. മാത്രമല്ല ഒരു രാഷ്ട്രം എന്ന രീതിയിൽ നമ്മുടെ ഇമേജിനുണ്ടായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ നമ്മുടെ മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ജയശങ്കറൊക്കെ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം. ജയശങ്കറൊക്കെ സംസാരിക്കുന്നത് ആ ഒരു അസർട്ടീവ്നെസ്, സത്യത്തില് അത് പലർക്കും അത്രയധികം അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ അസർട്ടീവ്നെസ് അദ്ദേഹം നൽകുന്നത്, അദ്ദേഹത്തിന്റെ പല വാക്കുകളും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. യൂറോപ്പ് തിങ്സ് ദാറ്റ് their problems are world's problems. അത് അങ്ങനെയല്ല. അതേസമയം വേൾഡിന്റെ പ്രോബ്ലം ഒന്നും യൂറോപ്പിന്റെ പ്രോബ്ലം അല്ല. ഇതൊക്കെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ശരിയായിട്ടുള്ള കാര്യം പറയാൻ, ഈ പറയുന്നത് എല്ലാവർക്കും രസിക്കണമെന്നില്ല. മാത്രമല്ല ഇപ്പോഴുള്ള ചില കാര്യങ്ങള് ഈ രസക്കുറവിന്റെ ഒക്കെ ഒരു ഇഫക്റ്റ് അതിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ വുമൺ എംപവർമെന്റ്, ഇന്ന് നമുക്കറിയാം നമ്മുടെ മന്ത്രിസഭയിലായി കഴിഞ്ഞാലും MP-മാരുടെ എണ്ണത്തിലായി കഴിഞ്ഞാലും സൈന്യത്തിലായി കഴിഞ്ഞാലും ഏത് രംഗം, സ്പേസ് റിസർച്ചിലായി കഴിഞ്ഞാലും എല്ലായിടത്തിലും വുമൺ ഇൻവോൾവ്മെന്റ്. അതേപോലെ തന്നെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കുള്ള അവസരങ്ങൾ, നമ്മുടെ മന്ത്രിസഭയിലൊക്കെ മെജോറിറ്റി ആൾക്കാർ ബിലോങ് ടു OBC ആൻഡ് ST. അപ്പൊ ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ എംപവർമെന്റ് ഓഫ് ദി വീക്കർ സെക്ഷൻസ്, അത് സെക്സിന്റെ ബേസിലായാലും മറ്റ് കേസിലായാലും അതിന് ആ ഒരു പ്രൊമിനൻസ് കിട്ടുന്നു എന്നുള്ളത് അത് ഈ നമ്മളെ ഫിഗേഴ്സ് ഒന്നും റെപ്രസെന്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. പിന്നെ അഗ്രികൾച്ചർ നമുക്കറിയാം. 2 വർഷം മുന്നേ ഇവിടെ ചെറിയൊരു വരൾച്ച വന്നപ്പോ നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന് അരി ഉണ്ടാവുകയില്ല എന്ന് വെച്ചിട്ട് അരിയുടെ കയറ്റുമതി തൽക്കാലത്തേക്ക് നിരോധിച്ചു. അത് ഇന്റർനാഷണലി ഉണ്ടാക്കിയ പ്രകമ്പനം എന്തായിരുന്നു? അയ്യോ, ഇന്ത്യ അരിയുടെ കയറ്റുമതി നിർത്തിവെച്ചിരിക്കുന്നു. പല സ്ഥലത്തും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ചില രാജ്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കാണുകയാണ്, അയ്യോ ഞങ്ങളൊന്ന് പരിഗണിക്കണേ എന്ന് റിക്വസ്റ്റ് വരികയും നമ്മൾ പലർക്കും കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു കാലത്ത് നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് ഗോതമ്പിന്റെ കപ്പൽ വരെ കാത്തിരുന്നു എന്നുള്ളതിനുള്ള ഒരു വ്യത്യാസമാണ്. പിന്നെ ഓഫ്കോഴ്സ് കാർഷിക നിയമങ്ങൾ അത് വന്നിരുന്നെങ്കിൽ എത്രത്തോളം നന്നായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ദൗർഭാഗ്യവശാൽ അതിന് ചെറിയ റോഡ് ബ്ലോക്ക് വന്നെങ്കിലും അതെല്ലാം തന്നെ ഈ മാറിയ സാഹചര്യത്തിൽ വീണ്ടും പരിഗണിക്കപ്പെടും നമുക്കറിയാം. പിന്നെ 80 കോടി ജനങ്ങൾക്ക് കോവിഡിന്റെ കാലം മുതൽ നൽകിയ ഫ്രീ റേഷൻ, ഇതുപോലെയൊക്കെയുള്ള സുരക്ഷാ നടപടികൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള ത്രാണി രാജ്യത്തിനുണ്ടായി എന്നുള്ളത് അത് ഇന്നും തുടരുകയാണ്. 5 വർഷത്തിന് ശേഷം ഇന്നും തുടരുകയാണ്. നമ്മുടെ ഈ മുന്നോട്ട് പോക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോവിഡിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളത്. മിക്കവാറും ലോക സമ്പദ് വ്യവസ്ഥകളൊന്നും കോവിഡ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും അവർക്ക് ശരിയായി പുറത്തു വരാൻ പറ്റിയിട്ടില്ല. കോവിഡിന് മുമ്പുള്ള ആ ഒരു വളർച്ചാ നിരക്കിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള പ്രമുഖ എക്കണോമി ഭാരതം മാത്രമാണ്. ആ ഒരു പിന്നെ സ്പേസ് ടെക്നോളജി, ചന്ദ്രനിലധികം നമ്മൾ എത്തി എന്നുള്ളത് ഞാൻ ഒന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇലക്ട്രോണിക്സിലുണ്ടായിട്ടുള്ള ഔട്ട്പുട്ട് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള നേട്ടം, മൊബൈൽ ഫോണിന്റെ കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, അതേപോലെ തന്നെ പവർ സെക്ടറിൽ
നമ്മൾ ഇലക്ട്രിസിറ്റിയിലെ ഒരു ഡെഫിസിറ്റ് കൺട്രിയിൽ നിന്നും ഇന്ന് പവർ എക്സ്പോർട്ട് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് ഭൂട്ടാനും ബംഗ്ലാദേശിനൊക്കെ നമ്മൾ പവർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മോഡിജി കഴിഞ്ഞ വർഷം ഒരു പ്രപ്പോസൽ ചെയ്തു, സോളാർ എനർജി ഒരു വേൾഡ് ഗ്രിഡ് ഉണ്ടാക്കിയിട്ട് ലോകത്ത് എവിടെയൊക്കെ പകലുണ്ടോ അവിടെ എനർജി സോളാർ ഉണ്ടാക്കുകയും രാത്രിയായുള്ളിടത്തിലേക്ക് ഒരു വേൾഡ് ഗ്രിഡിലൂടെ അത്തരം ഒരു ആശയം പോലും മുന്നോട്ട് വെക്കാൻ ഇന്നത്തെ ഭാരതത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു മാറ്റമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ജലശക്തി, കുടിവെള്ളത്തിന്റെ ലഭ്യത ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും എത്തിക്കാൻ, അതേപോലെ പവർ ഇലക്ട്രിസിറ്റി എല്ലാ വീടുകളിലും എത്തിക്കാൻ, ഇതെല്ലാം ഈ മിഷൻസ് എല്ലാം തന്നെ, അതേപോലെ തന്നെ ഗ്യാസ്, ഉജ്ജൽ യോജന, നമുക്കറിയാം ഈ യോജനകളുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലേക്കൊന്നും പോയിട്ട് നമുക്ക് സമയം ചെലവാക്കാനില്ല. MSMEസിലുള്ള അവരുടെ സ്കോപ്പ് വികസിപ്പിച്ചതും കോവിഡ് സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തതും, സത്യത്തിൽ ഞാൻ ബാങ്കിൽ ഇരിക്കുന്ന ഒരാളാണ്. ആ കോവിഡ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കാനുള്ള എല്ലാ പ്രഹരശേഷിയും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തരണം ചെയ്തു. അതേസമയം നോബൽ ലോറേറ്റ്സ് അടക്കമുള്ള ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പ്രിസ്ക്രിപ്ഷൻ അല്ല നമ്മൾ ഫോളോ ചെയ്തത്. അവര് പറഞ്ഞ പോലെ അല്ല നമ്മൾ ചെയ്തത്. നമ്മൾ നമ്മുടേതായുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. നമുക്കറിയാം 7 വർഷം മുന്നേ ശക്തികാന്ത് ദാസ് എന്ന IAS കാരനെ RBIയുടെ ഗവർണറാക്കിയ സമയത്ത് ഈ നാട്ടിലുണ്ടായിട്ടുള്ള പരിഹാസവും പഴിയും എത്ര ഉണ്ടായിരുന്നു എന്നത്. എന്തോ ഒരു വലിയ അപരാധം ചെയ്തു എന്നാണ്. അദ്ദേഹം 2 ടേം RBIയുടെ ഗവർണറായിട്ട് ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഈ ട്രിബിൾഡ് വാട്ടേഴ്സിലൂടെ എല്ലാം മുന്നോട്ട് നയിച്ചിട്ട് 2ാമത്തെ ടേം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു പോകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും നല്ല സെൻട്രൽ ബാങ്കർ എന്നുള്ള പദവിയോടുകൂടിയാണ് അദ്ദേഹത്തിന് സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്കിംഗ് വ്യവസ്ഥ എന്നുള്ളത്. ഈ ബാങ്കിംഗ് വ്യവസ്ഥയുടെ സ്ഥിതി എന്തായിരുന്നു? 2013 രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഗവർണറായി വന്ന സമയത്ത് പൊതുവെ ഒരു പെർസെപ്ഷൻ നിലനിന്നിരുന്നു, ഇന്ത്യയിലെ ബാങ്കിംഗ് വ്യവസ്ഥയുടെ ആരോഗ്യം വളരെ മോശമാണ്. ഈ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് പലതും അത്ര സ്റ്റാൻഡേർഡ് അല്ല, ആരോഗ്യം വളരെ സംശയാസ്പദമാണ്. അദ്ദേഹം ഒരു പുതിയ ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. എന്താണ്? അസറ്റ് ക്വാളിറ്റി റിവ്യൂ. എല്ലാ പ്രമുഖ അക്കൗണ്ടുകളെയും അസറ്റ് ക്വാളിറ്റി റിവ്യൂ നോംസ് അനുസരിച്ചിട്ട് വീണ്ടും പരിശോധിക്കണം. ആ പരിശോധന 2-3 വർഷം നീണ്ടു നിന്നു. അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് മോഡിജി അധികാരത്തിൽ വന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ സ്ഥിതി? നമ്മുടെ NPAയുടെ പൊസിഷൻ 14.58ലേക്കാണ് ആക്ച്വൽ NPA എന്നുള്ളത് വന്നു. കാരണം പലതും പൈപ്പ് ലൈനിലാണ് NPA ആവാനുള്ളത്. അപ്പൊ 2016-17 ആയപ്പോഴേക്കാണ് ശരിയായ പിക്ചർ പുറത്തു വന്നത്. എന്താണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് ആദ്യം തന്നെ ചെയ്തത് 14 അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ ബാങ്ക് ചെയർമാൻമാരുടെയും 2 കോൺക്ലേവുകൾ വിളിച്ചുകൂട്ടി. ആദ്യത്തേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗുർഗാവോണിലെ സ്റ്റാഫ് കോളേജിലെ സ്റ്റാഫ് അക്കാഡമിയിലായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണർ, ധനകാര്യമന്ത്രി അന്നത്തെ അരുൺ ജെയ്റ്റ്ലി ഇവരെല്ലാം പങ്കെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാവുകയില്ല. എന്താ അങ്ങനെ പറയേണ്ടി വരുന്നത്? അതുവരെ അങ്ങനെ ഇടപെടൽ ഉണ്ടായിരുന്നു. ആ ഇടപെടലിലൂടെ ലോൺ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ NPA പ്രശ്നം വന്നിട്ടുള്ളതിനുള്ള ഒരു കാരണം എന്നുള്ളത് കൂടിയാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന എന്താണ്? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം, ശരിയായിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾ ഉണ്ടാകണം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിനുശേഷം പൂനെയിൽ വെച്ചിട്ട് വീണ്ടും ഒരു കോൺക്ലേവ് 6 മാസത്തിന് ശേഷം ചേർന്നു. മറ്റ് നടപടികൾ എടുത്തു. ബാങ്കിന്റെ ഉന്നത തലങ്ങളിൽ ഉണ്ടാകുന്ന അപ്പോയിന്റ്മെന്റ്സ് പറ്റിയ ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണെന്ന് ഉറപ്പിക്കാൻ ബാങ്ക് ബോർഡ് ബ്യൂറോ സ്ഥാപിച്ചു. നിക്ഷേപത്തിനുള്ള ഇൻഷുറൻസ് കവറേജ് 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു. കാരണം ജനങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ബാങ്കിംഗ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നു, IBC. എന്താണ് ഈ IBC കോഡിന്റെ പ്രത്യേകത? IBC കോഡ് അതുവരെ ബാങ്കുകളോട് ഇൻഡിഫറന്റ് ആയിട്ട് നടന്നിരുന്ന തെറിച്ച കമ്പനികളും കോർപ്പറേറ്റ് സെക്ടറുകൾക്കും ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ഇത് നടക്കുകയില്ല, പബ്ലിക് മണി നമുക്ക് ലൂട്ട് ചെയ്യാനോ ഈ രീതിയിൽ കബളിപ്പിക്കാനോ പറ്റില്ല. കാരണം എന്താണ്? IBC കോഡ് അനുസരിച്ചിട്ട് ലെൻഡേഴ്സിന് ഇതിന്റെ മാനേജ്മെന്റ് ഏറ്റെടുക്കാനും എന്നിട്ട് നടത്തിക്കൊണ്ടുപോകാനും വേണമെങ്കിൽ അതിനെ ലിക്വിഡേറ്റ് ചെയ്യാനുമുള്ള അധികാരം അതോടുകൂടി കിട്ടി എന്നുള്ളതാണ്. അതിനുശേഷം മറ്റൊരു നടപടി കൂടി ഉണ്ടായി. എന്താണ്? ബാഡ് ബാങ്ക് എന്നുള്ള ഒരു സ്ഥാപനം പുതുതായിട്ട് കൊണ്ടുവന്നു. എന്താണ് ഈ ബാഡ് ബാങ്ക്? പൊതുമേഖലാ ബാങ്കുകളുടെ എല്ലാം വളരെ മോശമായിട്ടുള്ള ആസ്തി അവരുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും എടുത്തിട്ട് അതിനെ പ്രത്യേകമായിട്ട് റിസോൾവ് ചെയ്യാനുള്ള ഒരു സ്ഥാപനത്തിനെ കൊണ്ടുവന്നു. ഈ നടപടികളുടെ എല്ലാം ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 2016-17
87,000 കോടി ടോട്ടൽ ലോസ് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ടാക്കിയത് 2024-25 അതായത് 25 മാർച്ചില് 1,78,00,000 പ്രോഫിറ്റ് ആയി മാറി. ആലോചിക്കണം, ബാങ്കിങ് എന്നുള്ളത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. അത് തകർച്ചയുടെ വക്കത്തായിരുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് 87,000 crores ആയിരുന്നു അതിന്റെ മൊത്തം ലോസ്. മാത്രമല്ല, ഈ ലോസ് ഇത്രയും വലിയ NPA ഇവരുടെ എല്ലാം ക്യാപിറ്റൽ മുഴുവൻ എറോഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭീഷണിയിലായിരുന്നു. മാത്രമല്ല, ആ സമയത്ത് 3,10,000 കോടി രൂപയോളം ബാങ്കുകളുടെ മൂലധന ആവശ്യങ്ങൾക്കായിട്ട് ഗവൺമെന്റ് പകർത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇന്നെന്താണ് സ്ഥിതി? ഇന്ന് ഈ ബാങ്കുകളെല്ലാം അവരുടെ മൂലധന ആവശ്യം അവരുടെ ലാഭത്തിൽ നിന്ന് തന്നെ നിറവേറ്റാൻ പര്യാപ്തമായിരിക്കുന്നു. അതായത് ഇനി അങ്ങോട്ട് ഗവൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഈ വർഷം 27,000 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ ഡിവിഡൻഡ് ആയിട്ട് സെൻട്രൽ എക്സ്ചെക്കറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ ടേൺ അറൗണ്ട്. ഈ ടേൺ അറൗണ്ട് ആണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കുതിക്കുന്നു എന്ന് നമുക്ക് കൺവിക്ഷനോട് കൂടി നമുക്ക് പറയാൻ നമ്മളെ പര്യാപ്തരാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഫിനാൻസ്, നമുക്കറിയാം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നമ്മൾ ആധാർ കൊണ്ടുവരികയും UPI എന്നുള്ള സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തപ്പോൾ പലരും അതിനെ പരിഹാസത്തോടു കൂടിയാണ് കണ്ടത്. പക്ഷെ അത് ഇന്നുണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണ്? ഇന്ന് ലോകത്തെ ഡിജിറ്റൽ പ്രമുഖന്മാരായിട്ടുള്ള വിസയും മാസ്റ്റർ കാർഡും ചേർന്ന് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ട്രാൻസാക്ഷൻ ഏകദേശം 7-8 രാജ്യങ്ങളിൽ മാത്രം പ്രസൻസ് ഉള്ള UPI നടത്തുന്നുണ്ട്. മാത്രമല്ല, ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന്റെ 50% ഇന്ന് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഈ ഒരു മാറ്റം കൂടി, ഇതൊന്നും വിദേശ രാജ്യങ്ങളിൽ പലർക്കും ദഹിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. How this is happening? They are looking with wonder. അപ്പോ ഈ നമ്മൾ ഏകദേശം ഒരു GDP-യുടെ ഒരു കണക്കല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കുതിപ്പ് സർവാശ്ലേഷിയായിട്ടുള്ള ഒരു പ്രകടനമാണ് വിവിധ രംഗങ്ങളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ കോവിഡ് മാനേജ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇന്ത്യയില് നമ്മളെല്ലാവരും ആപ്പിൽ നമ്മുടെ വാക്സിൻ ചെയ്തതായിട്ട് വരുമ്പോ ഈവൻ അമേരിക്കയിൽ പോലും അത് ഒരു കടലാസായിരുന്നു. അവിടെയുള്ള ഇന്ത്യയിലുള്ള ഒരു ഫാദർ അവിടെയുള്ള ഒരു മകനെ കൂട്ടിയിട്ട് അവിടെയുള്ള ഒരു എയർപോർട്ടിൽ ചെന്നപ്പോ ഫാദർ ആ മൊബൈലിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോ മകൻ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് കാണിച്ചു എന്ന് ഒരാൾ ഇതേപോലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ മാതിരി കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു മാറ്റം, ഈ മുന്നോട്ടുള്ള കുതിപ്പിനെ വെറും ഒരു ഫിഗേഴ്സ് മാത്രമല്ല, അവ പ്രായോഗികമായിട്ടുള്ള തലത്തിലുണ്ടാക്കിയിട്ടുള്ള വ്യത്യാസങ്ങളുടെ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളുടെ കൂടി ആ ഒരു ഉറപ്പ് അതിനെ നമുക്ക് തെളിയിക്കാനുണ്ട് എന്നുള്ളതാണ്. സമയം നമുക്ക് അതിക്രമിക്കുന്നതായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമുക്കൊരു ചർച്ചയ്ക്ക് കൂടി വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ററാക്ഷനിലേക്ക് പോകാം. ഇനി എന്തുകൊണ്ടാണ് ഈ ട്രംപ് ഇപ്പോൾ ഉള്ള ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു പ്രതിസന്ധി മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഈ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയെ ഇങ്ങനെ ഗ്രോ ചെയ്യാൻ വിടണോ എന്നുള്ള ഒരു ചിന്ത ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മളുടെ ഈ വികസനം ഇപ്പോഴത് സാമ്പത്തിക മേഖലയിൽ മാത്രമാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കൾച്ചർ, എഡ്യൂക്കേഷൻ, ഫിലോസഫി ഇതിനെല്ലാം അസർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നും ഇന്നലെ വരെ ലോകത്തിലെ പവറുകൾ അവർ ഡൊമിനൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൈയടക്കിയും കീഴടക്കിയും ഭൗതികമായ ആധിപത്യം സ്ഥാപിച്ചും ചൂഷണം ചെയ്തുമാണ് ആ പ്രൊമിനൻസിലേക്ക് എത്തിയതെങ്കിൽ ഇന്ത്യ പ്രൊമിനൻസിലേക്ക് എത്തുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ഇത് ആയുധങ്ങളെക്കാൾ അവരെ പേടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ കൾച്ചറും നമ്മുടെ ഫിലോസഫിയും നമ്മുടെ സോഫ്റ്റ് പവർ ആണ് ഒരു വിശ്വഗുരു സ്ഥാനത്തേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ആയുധങ്ങളെക്കാൾ വലിയ ഭയം അവരുണ്ടാക്കുന്നു, സമ്പദ് വ്യവസ്ഥയേക്കാൾ വലിയ ഭയം അവരുണ്ടാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം വിദേശത്തുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള എത്രയോ ഒബ്സർവേഴ്സിന്റെ
ഇപ്പോഴുള്ള അവരുടെ ആ ഒബ്സർവേഷൻസിലൂടെ നമുക്ക് നോക്കിയാൽ കാണാം. അവരൊക്കെ പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയോ നമ്മുടെ ആയുധങ്ങളോ അല്ല അവരെ പേടിപ്പിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയാണ്. ഈ വഴി നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയും നമ്മുടെ ആ കൾച്ചറൽ ഇൻഫ്ലുവൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ദേശീയതാ സങ്കല്പം, അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള തത്വശാസ്ത്രം, അത് വെട്ടിത്തെളിയിക്കുന്ന പുതിയ വഴി, അതാണ് അവരെ ഏറ്റവും അധികം ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നത്. കാരണം അവർ ഇതുവരെയുള്ള വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. മാത്രമല്ല, ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ ആവശ്യമോ ലക്ഷ്യമോ ഒരിക്കലും അമേരിക്കയെ പോലെയുള്ള ഒരു GDP ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കരുത്. കാരണം അത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് ഹാനികരമാവുന്ന രീതിയിലാണ്. സാമൂഹ്യനീതിയോ അല്ലെങ്കിൽ ഒരു യോഗക്ഷേമമോ ഉറപ്പുവരുത്തുന്ന രീതിയിലല്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഫിഗറിൽ അവരെ ക്രോസ് ചെയ്യുക എന്നുള്ളതായി അല്ല, മറിച്ച് സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ അമ്മയെ പോലെ കാണുന്ന ഈ ഭൂഗോളത്തിന് ഏറ്റവും കുറഞ്ഞ ക്ഷതം ഉണ്ടാക്കുന്ന രീതിയിൽ പാദസ്പർശം ക്ഷമസ്വമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വശാസ്ത്രവും ജീവിതാവബോധവും ലോക ചിന്തയും അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഫിഗറിൽ അവർ ഓവർടേക്ക് ചെയ്യുകയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എല്ലാം ആ രീതിയിലുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇന്നത്തെ വഴികളിൽ നിന്നും മാറാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഇന്റഗ്രൽ ഹ്യൂമനിസ്റ്റെ പറ്റി നമുക്ക് ചിന്തയുണ്ട്, അത്തരം വഴികൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ രീതിയിലല്ല. നമ്മുടെ തലമുറ വളർത്തുന്നത്, നമ്മുടെ മീഡിയ ജനങ്ങളിലേക്ക് മൂല്യങ്ങൾ പകരുന്നത്, നമ്മുടെ സിനിമകളാകട്ടെ, നമ്മുടെ പത്രങ്ങളാകട്ടെ, നമ്മുടെ സാഹിത്യമാകട്ടെ, അതിൽ നിലനിൽക്കുന്ന ജീവിതാവബോധമോ തത്വശാസ്ത്രമോ നമ്മുടെ ചിന്തകൾക്ക് അനുരൂപമല്ലാത്തിടത്തോളം കാലം നമുക്ക് ഈ കോർപ്പറേറ്റ് മേഖലകളുടെ അതിൻ്റെതായിട്ടുള്ള ചില ദൂഷ്യഫലങ്ങളും ഒക്കെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ് എന്നും ആ മാറ്റം അവർ ഫോളോ ചെയ്ത പാതയിൽ നിന്ന് തന്നെ വ്യത്യസ്തമാണ് എന്നുള്ളതും, ഇത് ഒരു പുതിയ ക്രമം, പ്രത്യേകിച്ചും ലോകം നേരിടുന്ന വെല്ലുവിളികൾ, അത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിലായാലും ശരി, സാമ്പത്തിക കാര്യങ്ങളിലെ അസമത്വത്തിന്റെയും ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും തമ്മിലുള്ള ആ വലിയ അന്തരത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തില്, പ്രത്യേകിച്ചും ഭാരതം ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡർഷിപ്പ് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം കൂടി കഴിഞ്ഞ G20 നമ്മൾ കാണുകയുണ്ടായി. ഇതെല്ലാം തന്നെ നമ്മള് ചൈനയോ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇന്ത്യ ഇപ്പോഴേ പിടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി പോലും സാമ്പത്തിക ഇതര പ്രേരകമായിട്ട് ഇന്നുള്ള പ്രവർത്തനങ്ങളിൽ വന്നിട്ടില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മളിപ്പോ ഈ കാവിക്കെതിരെയുള്ള വെറളി, കാവി കാണുമ്പോഴുള്ള വെറളി ഉണ്ടല്ലോ. എന്താണ് ഈ കാവി? കാവി രണ്ട് കാര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒന്ന്, ത്യാഗത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ ത്യാഗം എന്ന് പറയുമ്പം നമ്മൾ ഈ പരിസ്ഥിതിക്ക് കോട്ട കിട്ടുന്ന രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള പോക്കിനെ അത് നിയന്ത്രിക്കുന്നു. മാത്രമല്ല, ഉള്ളവനും ഇല്ലാത്തവനും മാത്രമല്ല, വേണ്ടെന്ന് വെക്കുന്നവനെന്നുള്ളൊരു ചിന്ത അത് പ്രൊമോട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഈ സമ്പത്തിന്റെ അന്തരം അല്ലെങ്കിൽ ഉച്ചനീചിത്വങ്ങള് സ്വമേധയാ ഉള്ള എൻലൈറ്റൻമെന്റിലൂടെയുള്ള ഒരു പരിഹാരം അതിലെ കാവി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതെല്ലാം പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം അതിനെല്ലാം നെഗറ്റീവായിട്ട് മനസ്സിലാക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുകയാണ് നമ്മള് ഈ കാവ്യക്കെതിരെയുള്ള ഈ ഒരു പരാതിയിലൂടെ കാണുന്നത് എന്നുള്ളത് നമ്മൾ വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി ഈ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് തന്നെ വരാം. നമ്മള്